മതി കുടിച്ചത്. അളിയന്റെ വിഷമം കാണുമ്പോ എനിക്ക് കൂടുതൽ കുടിക്കണം തോന്നും. പിന്നെ ആ കൂട്ടത്തിൽ എന്റെ വിഷമം മാറില്ലോ. പിന്നെ ആ കല്യാണം ചേച്ചി പോയതിനെ കുറിച്ച് അളിയെ വിഷമിക്കണ്ട. അതില് നല്ലൊരു സൂപ്പർ കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. കുറച്ച് ദൂരെയാ. പോയിടത്തോളം ഒക്കെ മതി. ഇനി എങ്ങോട്ടും ഇല്ല. പല ആശ്രമത്തിലും ചേർന്ന് ഞാൻ സന്യാസിയാവും പോവാ. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിന്നെ കൊണ്ട് നാളെ അവിടെ ചെല്ലാതെ ഞാൻ അവരോട് വാക്ക് കൊടുത്തു പോയി. പ്ലീസ്. നിനക്ക് വേണ്ടി ശരി, അത് മതി. എന്നാ അളിയൻ പോയിക്കോ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്ന വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ 3-4 ക്യാഷ് ലീവ് പോയി കിട്ടും. മാങ്ങാത്തൊലി എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാ മതി എനിക്ക്. അപ്പോഴാ നിന്റെ കാഷ്വാലിറ്റിയും പ്രോപണപണ്ടും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. ഒരു NGOക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്ത് നിന്റെ NGO കഥാപ്രസംഗം. കുറെ നേരായി. ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്നു തോന്നുന്നുണ്ട് ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിപൂരിന്റെ ജീവിതം ഭൂതകാലം വർത്തമാനകാലം ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാല് മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അത് ശരി. ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്തയെ മാറ്റി പറയാനെന്ന് എന്നെ കിട്ടൂല. മാറ്റി പറയണെന്നല്ല ഞാൻ പറഞ്ഞ. വീട്ടുപേരും ഫുൾ പേരും എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് KM പണിക്കരെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ ഈ കോഴി മാധവ പണിക്കർ എന്നാണ് KM പണിക്കരായതെന്ന്. അന്നാ ഒന്നുമില്ലാത്ത പണിക്കര്. ഒന്നുമില്ലാത്ത പണിക്കരാ? അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവസ്ഥ എഴുന്നള്ളിക്കുന്നത് നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്? അയാള് നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗകര്യം വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും നടത്തണ്ട. ഞാൻ വരുന്നില്ല. ചേട്ടാ വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വലിച്ചു. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. അങ്ങനെയൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കാശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. അമ്മാവന്റെ തമാശ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയിൽ മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം ദഹിക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. ചേച്ചി എന്തത്? ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ? എൻജോയ് ചെയ്യൂ. എന്താണ് കൂവുന്നത്? നീ ആരെ കളിയാക്ക? ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണീഷ്ണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി? അതെ, സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിന്റെ പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോന്ന് ആർക്കറിയാം. ഇവിടെ അവിടെ ഉണ്ടോ ഒരു സിസ്റ്റർ പെറ്റണീറ്റ. എടാ, അച്ഛന്റെ 10-ൽ 1 കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് 4-5 കുട്ടികൾ നിനക്കുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാ മതി എനിക്ക്. പോവണ്ട, വഞ്ചി വരും. എന്താടാ നേരത്തെ കൂവ്യന്റെ ബാലൻസാ. ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇപ്പോഴേ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാർവതി, അവരാണോ നിനക്ക് ചെലവിന് തരുന്നത്? ഞാനല്ലേ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയയാണ് നാട്ടുകാർക്ക്. പാർവതി, നിനക്കറിയോ, എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ. നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട.
നിനക്ക് ഞാനുണ്ട്. എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ്, അല്ലേ? മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഛേ, മക്കളോട് പോകാൻ പറ. അവര് പോയി അവരെ പണി നോക്കട്ടെ. അവരൊരു വഴിക്കങ്ങ് വളർന്നോളുന്നേ. എന്റെ അച്ഛൻ ഇത്രയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലുണ്ടായ ഞാൻ അടക്കമുള്ള മക്കൾ വളർന്നില്ലേ? ഇന്ന് ഞാൻ ഒരു ഹെഡ് കോൺസ്റ്റബിൾ വരെ ആയില്ലേ? എന്താ പാർവതിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? ഞാനിവിടെ ഏകസ്ഥനായിട്ട് ഒറ്റയ്ക്കാണ്. അയ്യോ, ശ്ശോ, ആരെങ്കിലും കാണുന്നേ. കാണാൻ നമ്മുടെ ജീവിത നാടകം ഇവിടെ തുടരുകയാണ്. കർത്തൻ ആരാ? ആരുമില്ല. നീ ഇന്ന് ഷാമ്പൂ തേച്ചില്ലേ? വാങ്ങിച്ചു തന്നത് തീർന്നു പോയി. അത് നേരത്തെ പറയാഞ്ഞത്. വാസു തന്നെ ഇപ്പൊ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സാറിന് എസ് ഐ സാർ 2-3 പ്രാവശ്യം അന്വേഷിച്ചു. അതിരിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ സാറിനെ തിരക്ക് ഈ വഴിക്ക് വരുമ്പോ സാറിന്റെ തൊപ്പി വെച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടു. എടീ, എന്റെ അനിയിൽ വണ്ട് വാരിയിട്ടോ ഇതിന്റെ കുട്ടികള്. ശരി സാർ. എന്തിനാ? അയ്യോ, പോവാണോ? അല്ല, വരികയാണ്. 57 58 കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോടോ. ഇങ്ങനെ നാളികേരത്തിനാണ് കുറയുകയും ഭാര്യമാരാണ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്ത കുറയുന്ന ഞാനായിരിക്കും. അതെന്താടോ? അല്ല, ഓരോ കല്യാണം കഴിയുമ്പോഴും നാളികേരത്തിന്റെയും നെല്ലിന്റെ വിഹിതം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ ഞാൻ എന്തോ വെട്ടിപ്പ് നടത്തുന്നുണ്ടെന്നല്ലേ അവര് വിചാരിക്കുള്ളൂ. വെട്ടിപ്പ് നടത്താത്ത ഒരാള്. എന്തേ? പിന്നെ ഞാൻ കൂടുതൽ കിട്ടുന്നതിന് താൻ വിഷമിക്കണ്ട. ഇത് ലോകാരംഭം മുതൽക്കുള്ള ഏർപ്പാടാ. സാക്ഷാൽ ശ്രീകൃഷ്ണനായ എന്റെ ഗുരു. അതെ, ആ നിരയിലുള്ള നാളികേരം മുഴുവൻ പങ്കജവല്ലിക്ക് മാറ്റിവെച്ചേരും. സാർ, ഞാനിതുവരെ എവിടെയായിരുന്നു? ആ ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ വല്ല തുമ്പും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞോ? സാർ, നേരം വെളുക്കുന്നവരെ ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രതിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? നേരം വെളുക്കാറായപ്പോ പ്രതി എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടു സാർ. എന്നിട്ട് ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടിപട കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഒറ്റ ചുഴറ്റിപ്പിടുത്തത്തിലൂടെ പ്രതിയെ എന്റെ കൈക്കുള്ളിലാക്കി. അവൻ എന്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കരുത് സാർ. എന്നിട്ട് കരാട്ടെ അറിയാവുന്ന അവൻ എന്റെ അടിവയറ്റിട്ട് ഒരു നല്ല താങ്ങി അയച്ച് ഓടി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞല്ലോ താൻ. ആ, പ്രതിയുടെ അടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ? വിരലടയാളം കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ എന്റെ അടിവയറ്റിൽ. തന്നെയൊക്കെ ആരോട് പോലീസിലെടുത്തത്? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്? പ്രതിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ അവന്റെ അഴിഞ്ഞുപോയ മുണ്ടാണിത്. ഇതെന്തിനാ താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതൊരു ചോദ്യമാണ് സാറേ. ഈ ലുങ്കിയും അന്വേഷിച്ച് അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവനെ അറസ്റ്റ് ചെയ്യാലോ. വെരി ഗുഡ്. ഏതാണ്ട് പോയി. പുറകിൽ മുഴുവൻ നരയാ. പ്രായം കൊണ്ടുള്ള നരയാണെന്നേ എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ചെറുപ്പത്തിലേ നരയ്ക്കുന്ന പാരമ്പര്യമാ ഞങ്ങളുടെ തറവാട്ടുകാർക്ക്. ഭാഗ്യ നരയാണെന്നാ എല്ലാരും പറയാറ്. അത് ശരിയാ. ഇത്രയും ഭാഗ്യം വേറെ ആർക്കാ ഈ നാട്ടിൽ കിട്ടിയിരിക്കുന്നത്? ആവശ്യത്തിലേറെ സ്വത്തും എണ്ണത്തിൽ കൂടുതൽ ഭാര്യമാരും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സുശീലേ? നമുക്കൊരു കാറ് വാങ്ങിയാലോ? കാറോ? അതെ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ ഈ തറവാട്ടിൽ കാണുന്നുള്ളൂ. അതൊക്കെ അധിക ചെലവല്ലേ സുശീലേ? അല്പം ചെലവായാൽ എന്താ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് നാട്ടുകാരുടെ മുന്നിലൂടെ അന്തസ്സായി പോകാമല്ലോ. ഒരു വിമാനം തന്നെ അയക്കോ. എന്നാ പിന്നെ കിളവനെയും കൊണ്ട് നിനക്ക് എളുപ്പം നരകത്തിച്ചെന്നിറങ്ങാലോ. വേണ്ടി വന്നാൽ വിമാനമല്ല കപ്പൽ വരെ വാങ്ങും. നീ ആരോട് ചോദിക്കാൻ? നിങ്ങളുടെ ജീവിത പങ്കാളി എന്താ സംശയമുണ്ടോ? ഉണ്ടോ? അതെ, അന്ധകാലം. ഇപ്പൊ എന്റെ സുശീല എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. രാഘവനാരേ, ഇവളുടെ താളത്തിനൊത്ത് തുള്ളി നിങ്ങളുടെ കൈയും കാലും തളർന്നു വീണില്ലെങ്കിൽ എന്നേതാ ഇങ്ങനെ വിളിച്ചു ഓടി വട്ടെ. എന്നെ വിളിച്ചോ? രാഘവനാരേ, ഞാൻ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ഉടനെ തന്നെ ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ എന്തിനാ ഒരു കാറ്? ഒക്കെ ഒരു അധിക ചെലവല്ലേ? താനല്ലല്ലോ കാശ് മുടക്കുന്നത്. പറയുന്ന അങ്ങ് ചെയ്താ മതി. കാര്യസ്ഥന്റെ നിലയ്ക്ക് നിന്നോളണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. പോയിക്കോളൂ. മെടുക്കി. ആ, സുശീലേ, സുശീലേ, എന്താ എന്തുണ്ടായി?
ഇനി എന്തുണ്ടാവാനാ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നീ പറഞ്ഞ നേരാ. ഇയാളെ കൂടെ ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾക്കൊന്നും ജീവിക്കാനേ പറ്റില്ല. ഒന്ന് കടന്നു പോടി. സുശീലേ, എന്താ ഉണ്ടായെന്ന് പറയും. അങ്ങോട്ട് ചോദിച്ചു നോക്ക്. എടോ, എന്താണ് ഉണ്ടായത്? അങ്ങനെ ഇരട്ട ഭാര്യകളുമായിട്ട് അമ്പലത്തിൽ അടുത്ത് വെച്ചൊന്ന് ഉരസി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അതെ, കണ്ട് തെണ്ടികളുടെ ഒക്കെ അടിയും തൊഴിയും കൊള്ളാൻ എനിക്ക് വയ്യ. സുശീലേ, വിവരമില്ലാത്ത ആ കിളവുകൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ചെറുപ്പക്കാരെ നമ്മളത് ക്ഷമിക്കുകയല്ലേ വേണ്ടത്? എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? സ്വത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനം, എനിക്കുള്ള അവകാശത്തിന്റെ തീരുമാനം. അതെന്ത് തീരുമാനിക്കാന്? എന്റെ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശം നിനക്ക് മാത്രമുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം എന്റെ തലയ്ക്ക് സ്ഥിരതയുള്ളിടത്തോളം കാലം നടക്കൂല. മര്യാദക്ക് അടങ്ങി പോയി കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭ്രാന്താശുപത്രി കൊണ്ടാക്കും. അവിടെ നിങ്ങൾ എന്റെ കൂടെ വേണം. എല്ലാറ്റിന്റെ അവകാശം എനിക്കാണ് എഴുതി തരാൻ പറ്റുമോ? അത് ഞാൻ ചെയ്തോളാം. രാഘവനാരെ, എന്തോ? നാളെ തന്നെ ദാമോദര മക്കലിനോട് ഇവിടെ വരെ വരാൻ പറയാം. പറയാം. നാളെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. എന്താ പോരെ? ചിരിക്ക് ചിരിക്ക്.